ലച്ചു. രചന ജോമോൻ. ലച്ചു, നിന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ? എൻ്റെ അമ്മേ, എന്തിനാ ധൃതി കൂട്ടുന്നത്? 10 മണിക്കല്ലേ അവർ വരുന്നത്. ചേച്ചി ഒന്ന് ഒരുങ്ങി സുന്ദരിയായിക്കോട്ടെ. എപ്പാ തുടങ്ങി ഒരുക്കായത്? കാശ് കൊണ്ട് നമുക്ക് അവിടെ ഒപ്പം നിൽക്കാൻ പറ്റില്ലെന്നല്ലേ അമ്മ പറഞ്ഞത്? സൗന്ദര്യം കൊണ്ടിൽ ഒപ്പം നിൽക്കണ്ടേ? കല്ലു, നിന്റെ നാക്കിത്തിരി കൂടുതലാട്ടോ. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരെയും വളർത്താൻ ഞാൻ പെട്ട പാട് എനിക്കറിയുള്ളൂ. രണ്ടും ചെറുതായിരുന്നപ്പോൾ അച്ഛൻ്റെ സുഖം നോക്കിപ്പോയി. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇവിടെയുള്ളവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? എൻ്റെ മക്കളെ നല്ല നിലയിൽ കെട്ടിച്ചു വിടണം, അതെൻ്റെ വാശിയാ. ലച്ചു ചേച്ചി സുന്ദരിയല്ലേ അമ്മ? എന്തായാലും ചെക്കന് ഇഷ്ടാവും. അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ? ഇന്ന് കാണാൻ വരുന്ന ചെറുക്കൻ്റെ അമ്മ ലച്ചുവിനെ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് ലച്ചുവിനെ ഇഷ്ടമായി. പയ്യന് IT കമ്പനിയിലാണ് ജോലി. അമ്മേ, അവർ വന്നേന്ന് തോന്നുന്നു. ഒരു വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അമ്മ അമ്മാവനോട് മുൻവശത്തേക്ക് ചെല്ലാൻ പറയും. കല്ലു, ഞാൻ ഇത്തിരി ഓവറായോടി? എൻ്റെ ലച്ചു ചേച്ചി, പെണ്ണ് കാണാൻ വരുമ്പോൾ ഒന്ന് അണിഞ്ഞൊരുങ്ങി നിൽക്കണ്ടേ? ലച്ചു, ദേ അവർ വന്നിട്ടുണ്ട്. അമ്മയും പെങ്ങളും അളിയനും കൂടിയുണ്ട്. മോള് വായോ. ലച്ചു എല്ലാവർക്കും ചായ കൊടുത്തു. ചായ കൂടി കഴിഞ്ഞപ്പോൾ ചെറുക്കന് പെണ്ണിനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ലച്ചുവിൻ്റെ മുറിയിൽ വെച്ചാണ് സംസാരിച്ച്. ഞാൻ മിഥുൻ, IT കമ്പനിയിൽ ജോലി ചെയ്യാം. ഇതൊക്കെ തനിക്ക് അറിയായിരിക്കും. താൻ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. പെണ്ണ് കാണാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടത്തോടെയല്ല. എൻ്റെ അമ്മയെ വേദനിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. എൻ്റെ കൂടെ ജോലി തരുന്നൊരു കുട്ടിയായിട്ട് ഞാൻ ഇഷ്ടത്തിലായിരുന്നു. ദിവ്യ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ജാതി വേറെയാണെന്ന കാരണം പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വിവാഹത്തിന് എൻ്റെ വീട്ടുകാരെ എതിർത്തു. പിന്നെ കല്യാണം നടന്നാൽ അമ്മ ജീവനോട് ഉണ്ടാവില്ല എന്ന ഭീഷണി. ഇപ്പോൾ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞതൊക്കെ മറക്കാൻ എനിക്ക് കഴിയില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞാലും എനിക്ക് തന്നെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല. എന്തു വേണം തനിക്ക് തീരുമാനിക്കാൻ. ലച്ചു മറുപടിയൊന്നും പറഞ്ഞില്ല. മിഥുൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പെട്ടെന്ന് കല്ലു ഓടി വന്നു. എന്താ വെച്ചാൽ ആൾ സംസാരിച്ച്? കുറേ നേരമായല്ലോ. അത് ആളെക്കുറിച്ചും ജോലിയെപ്പറ്റിയൊക്കെ പറഞ്ഞതാ. എന്നിട്ട് ചേച്ചിയുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? പോടി, അത് നിനക്ക് തോന്നുന്നതാ. വെറുതെ ഓരോന്ന് പറയണ്ട. കല്യാണം ഉറപ്പിച്ചിട്ടാണോ മിഥുൻ്റെ വീട്ടുകാർ പോയത്? മോളെ, നിന്റെ ഭാഗ്യ ഇത്രയും വലിയ വീട്ടിലേക്ക് മരുമകളായി കയറി ചെല്ലാൻ കഴിയുന്നു. അമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ മിഥുൻ പറഞ്ഞ കാര്യങ്ങൾ അമ്മയോട് പറയാൻ ലച്ചുവിന് തോന്നിയില്ല. അച്ഛൻ ഇട്ടിട്ട് പോയതിന് ശേഷം അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടാണ് തന്നെയും കല്ലുവിനെയും വളർത്തിയതും പഠിപ്പിച്ചതും. ഇനി ഇത് പറഞ്ഞ അമ്മയുടെ സന്തോഷം കളയണ്ട. വരുന്നിടത്ത് വെച്ച് കാണാം, ലച്ചു മനസ്സിൽ കരുതി. കല്യാണ തീയതി കുറിച്ചു. ഇതിനിടയിൽ ഒരിക്കൽ പോലും മിഥുൻ ലച്ചുവിനെ വിളിച്ചില്ല. എന്താ ചേച്ചി ഈ മിഥുൻ ചേട്ടൻ ഇങ്ങനെ? എങ്ങനെ? അല്ല, ഒരിക്കൽ പോലും ചേച്ചി ഒന്ന് ഫോൺ ചെയ്തില്ലല്ലോ. ഇനി ആ ചേട്ടന് കല്യാണത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? കല്ലു, നീ ആവശ്യമില്ലാത്ത പറയാൻ നിൽക്കണ്ട. തിരക്കുള്ളതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്. എനിക്ക് തോന്നുന്നില്ല. മതി, ഇനി ഇതിനെപ്പറ്റി നീ ഒന്നും പറയണ്ട കേട്ടോ. കല്യാണത്തിന് തലേദിവസം ലച്ചുവിനുള്ള സാരിയോ ആഭരണങ്ങളോ മിഥുൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുകൊടുത്തു. കല്യാണ വേഷത്തിൽ ലച്ചു അതീവ സുന്ദരിയായിരുന്നു. എന്നാൽ മിഥുൻ ലച്ചുവിനെ നോക്കിയത് പോലുമില്ല. മിഥുൻ്റെ വീട്ടിലേക്ക് പോകാൻ നേരം അമ്മയെയും അനിയത്തെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടാണ് ലച്ചു യാത്ര പറഞ്ഞിറങ്ങിയത്. മിഥുൻ്റെ വീട്ടിലെ പാർട്ടിയും മറ്റു പരിപാടികളും കഴിഞ്ഞപ്പോൾ രാത്രിയായി. മിഥുൻ കൂട്ടുകാരുടെ കൂടെ ആയിരുന്നു. ചേച്ചിയാണ് ലച്ചുവിന് മിഥുൻ്റെ മുറി കാണിച്ചു കൊടുത്ത്. ലക്ഷ്മി, കുളിച്ച് ഫ്രഷ് ആയിക്കോ. ദേ, ഇതാണ് നിങ്ങളുടെ റൂം. കുറേ നേരം കഴിഞ്ഞിട്ട് മിഥുൻ വന്നില്ല. എപ്പോഴും ഉറങ്ങിപ്പോയ ലച്ചു രാവിലെ എഴുന്നേറ്റപ്പോൾ കട്ടിലിൻ്റെ ഒരറ്റത്ത് മിഥുൻ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് അമ്മ മിഥുനോട് ചോദിച്ചു, മിഥുനെ, ലച്ചുവിൻ്റെ വീട്ടിലേക്കൊന്ന് പോകണ്ടേ? അതൊരു നാട്ടു നടപ്പാ. അതിനൊന്നും ആവശ്യമില്ല എന്നായിരുന്നു മിഥുൻ്റെ മറുപടി. ലച്ചുവിന് വീട്ടിലേക്ക് പോയി കല്ലുവിനെ അമ്മയും കാണണമെന്നുണ്ടായിരുന്നു. മിഥുൻ അവളോട് മിണ്ടാറേ ഉണ്ടായിരുന്നില്ല. അവൻ്റെ അവഗണന അവളെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും അവൾക്കെല്ലാം അവസാനിപ്പിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന് തോന്നും. എന്നാൽ അമ്മയുടെ മുഖമോർക്കുമ്പോൾ എല്ലാം സഹിക്കാനുള്ള ശക്തി കിട്ടും. ഒരു ദിവസം മിഥുൻ ഉച്ചയ്ക്ക് വന്നു. കൂട്ടുകാരൻ്റെ വിവാഹത്തിന് പോകാൻ വേണ്ടിയിരുന്ന ലച്ചു കരയുന്നുകൊണ്ടാണ് അവൻ മുറിയിലേക്ക് വന്നു. അവൾ കരയുന്നുണ്ടപ്പോൾ അവന് വിഷമം തോന്നി. അവനെ കണ്ടത് അവൾ എണീറ്റ് നിന്നു. താൻ കരയാതിരിക്കാൻ വേണ്ടിയാ ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. തനിക്ക് ഈ വിവാഹത്തിന് സമ്മതമില്ലെന്ന് പറയായിരുന്നില്ലേ? ഏട്ടൻ വിവാഹത്തിന് സമ്മതിച്ച് അമ്മ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ? അതുപോലെ എൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ച്. തൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയോ? അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ചതിന് ശേഷം അമ്മ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. ജീവിതത്തിൽ എൻ്റെ അമ്മ ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ല. ഈ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എൻ്റെ അമ്മ നല്ല സന്തോഷത്തില്ല. ഞാൻ കാരണം എൻ്റെ അമ്മയുടെ സന്തോഷങ്ങളെ ഞാൻ ഒരുക്കല്ലായിരുന്നു. അതും കൂടി കൊണ്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ച്. ഞാൻ കാരണം തൻ്റെ ജീവിതം കൂടി ഇല്ലാതായല്ലേ? എനിക്ക് ഏട്ടനോടൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്നോട് കാണിക്കുന്ന ഈ അവഗണന എൻ്റെ വീട്ടുകാരറിയരുത്. എൻ്റെ അമ്മ അറിഞ്ഞ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം അമ്മ സ്വന്തം മകനായിട്ട് ഏട്ടനെ കണ്ടിരിക്കുന്നു. ഏതാവശ്യത്തിനൊപ്പം നിൽക്കുന്നൊരു മകൻ, പിന്നെ കല്ലുവിനൊരു ചേട്ടൻ. അവൾ പറയുന്ന കാര്യമായതുകൊണ്ട് മിഥുന് മറുപടി ഉണ്ടായിരുന്നില്ല. ഇനി എന്തെങ്കിലും എൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ ഒന്ന് അഭിനയിച്ചേക്കണം, ഒരു മകനായും ചേട്ടനായും. വൈകുന്നേരമാണ് മിഥുൻ കല്യാണത്തിന് പോയത്. കുറേ ആളുകളുണ്ടായിരുന്നു കല്യാണത്തിന്.
മിഥു എന്ന് വിളിച്ചുകൊണ്ട് ഒരു യുവതി മിഥുവിൻ്റെ അടുത്തേക്ക് വന്നു. ദിവ്യയായിരുന്നത്. നിന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു. ഭാര്യ വന്നിട്ടുണ്ടോ? ഇല്ല. നിന്റെ ആൾ വന്നിട്ടില്ലേ? ഉവ്. ആദ്യം നല്ല വിഷമായിരുന്നു കേട്ടോ നമ്മുടെ യുവാൻ നടക്കാത്തതിൽ. ഇപ്പം ഇല്ല കേട്ടോ, ഞങ്ങൾ അമേരിക്കയില്ല. നിന്നെ കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് അമേരിക്കയിൽ പോകാൻ പറ്റുമായിരുന്നു. ഇത്രയും സുഖമായിട്ട് ജീവിക്കാനും പറ്റില്ലായിരുന്നു. നിന്റെ അമ്മ എനിക്കിപ്പോൾ നല്ല ഇഷ്ടമാണ്, കാരണം നിനക്കിപ്പോൾ മനസ്സിലായല്ലോ. ദിവ്യയുടെ സംസാരം കേട്ട് മിഥുനും അവനോട് തന്നെ വെറുപ്പ് തോന്നി. ഇവൾക്ക് വേണ്ടിയാണല്ലോ താൻ കെട്ടിയ പെണ്ണിനോട് അവഗണന കാണിച്ചത്. മിഥുന് ലച്ചുവിനെ കാണുമെന്ന് തോന്നി. പാർട്ടിക്കൊന്നും നിന്നില്ല. വീട്ടിലെത്തിയപ്പോൾ വാതിൽ തുറന്ന് ലച്ചുവായിരുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ലച്ചു വേഗം അമ്മയെ വിളിക്കാൻ പോയി. എനിക്ക് ഇയാൾ വിളമ്പി തന്നാൽ മതി. കേട്ടത് സ്വപ്നത്തിലാണോ എന്ന് ലച്ചുവിന് തോന്നി. മിഥുൻ കൈ കഴുകി വന്നിരുന്നു. ലച്ചു സന്തോഷത്തോടെ അവന് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. അവളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നാളെ നമുക്ക് തൻ്റെ വീട്ടിലേക്ക് പോകണം. അമ്മയും കല്ലുവിനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരണം. പിറ്റേ ദിവസം മിഥുനും ലച്ചുവും കൂടി ലച്ചുവിൻ്റെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് കല്ലുവിന് അമ്മക്കും ഡ്രസ്സ് വാങ്ങി. വീട്ടിലെത്തി. കാറിൻ്റെ ശബ്ദം കേട്ടപ്പോഴേക്കും കല്ലു ഓടി വന്നു. അമ്മേ, ചേട്ടനും ചേച്ചിയാ. അവരെ കണ്ടത് അമ്മക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. മോ വായോ എന്ന് പറഞ്ഞ് അമ്മ മിഥുനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇനി അമ്മക്ക് ചേച്ചിനെ വേണ്ട, ചേട്ടനെ മതി. നീ കൂശും പറയാതെ ഇവർ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. അമ്മേ, ഞങ്ങൾ വന്ന് നിങ്ങൾ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോകാനാ. മോനെ, അത് പിന്നെ അമ്മ ഒന്നും പറയണ്ട. ഇത്രയും നാൾ അമ്മ കഷ്ടപ്പെട്ടില്ലേ, ഇനി അത് വേണ്ട. ഇപ്പം അമ്മക്കൊരു മകനുണ്ട്. ഇനി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. കല്ലുവിനെ നമുക്ക് അവിടുത്തെ കോളേജിൽ ചേർക്കാം. കേട്ടതൊക്കെ വിശ്വസിക്കാനാവാൻ നിൽക്കുകയാണ് ലച്ചു. താനെന്തെങ്ങനെ നോക്കുന്നു? ഇതെൻ്റെ അഭിനയമല്ല കേട്ടോ. ഇനി മുതൽ തൻ്റെ അമ്മയും അനിയത്തിയും എൻ്റെ കൂടിയാ. ഏട്ടാ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞല്ല. താനൊന്നും പറയണ്ട, തെറ്റ് എൻ്റെ ഭാഗത്താണ്. ഇന്നു മുതൽ നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങിയാണ്.